അൻവർ എന്ന രാഷ്ട്രീയ മാരണത്തെ അപ്രസക്തമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിതെന്ന് വിവേകമുള്ള കോൺഗ്രസുകാർ കരുതുന്നു. എന്നാൽ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ല് ഓർമ്മിപ്പിച്ചുകൊണ്ട് അൻവറെ അനുനയിപ്പിക്കാനുള്ള അവസാന ശ്രമം ലീഗ് നേതൃത്വം നടത്തുന്നുണ്ട്. ലീഗ് ആവട്ടെ അവരുടെ ചെലവിൽ വേണ്ട, കോൺഗ്രസിന്റെ ചെലവിൽ മതി എന്ന തരത്തിലാണ് അനുനയ നീക്കം നടത്തുന്നത്. ഇപ്പോൾ ലീഗിനുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം അടുത്ത തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലീഗിന് അൻവറിനെ അവരുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ താല്പര്യമില്ല. കോൺഗ്രസുകാർ അൻവറിനെ സഹിക്കണം എന്നാണ് ലീഗിന്റെ വാദം. അതിനുവേണ്ടി കുഞ്ഞാലിക്കുട്ടി ചില പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കെ സുധാകരനും കെ മുരളീധരനും ലീഗിന്റെ പക്ഷമാണ്. എന്നാൽ അവര് പോലും വാഗ്ദാനം ചെയ്യുന്നത് അൻവറിന് ഒരു സീറ്റ് എന്നതാണ്. അതിനും നിബന്ധനയുണ്ട്. അൻവർ പൂർണ്ണമായും UDFന് വിധേയപ്പെട്ട് ഷൗക്കത്തിനെ പിന്താങ്ങി രംഗത്തിറങ്ങണം. അൻവർ ആവട്ടെ തന്റെ പിന്തുണയില്ലെങ്കിൽ ഷൗക്കത്ത് ജയിക്കില്ല, അതുകൊണ്ട് ഷൗക്കത്തിനെ പിന്മാറ്റി താൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോൾ അൻവർ തനിക്ക് ഏതെങ്കിലും ഒരു സീറ്റ് തരണം എന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതിദയനീയമായ കരച്ചിലാണ് അൻവർ ഇന്നലെ നടത്തിയത്. അൻവറിന്റെ മുമ്പിൽ വഴികളൊന്നുമില്ല. അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥി അംഗീകരിച്ച് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ടാവാം ചർച്ച എന്ന അവസ്ഥയിലേക്ക് പോയി. തന്നോട് ചോദിക്കാതെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതോടെ താൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തിറങ്ങിയ അൻവർ ഇപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയെങ്കിലും തന്നെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം എന്ന അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ടാണ് ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് അസോസിയേറ്റ് അംഗമായി കൊണ്ടുപോകാമെന്ന്. UDFിൽ അസോസിയേറ്റ് അംഗം എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല. ഒരു സഹകരണം, അതായത് UDFനെ സ്ഥാനാർത്ഥിയെ നിർത്താതെ സഹകരിക്കാം എന്നത് മാത്രമാണ് അതുവഴി ഉദ്ദേശിക്കുന്നത്. വടകരയിൽ KK രമയോട് ചെയ്തത് അതാണ്. എന്നാൽ രമയുടെ പാർട്ടിക്ക് വടകരയിൽ സ്വന്തമായി 10,000 വോട്ടുണ്ട് എന്നത് കണക്കാക്കിയാണ് അത്തരമൊരു തീരുമാനത്തിന് പോയത്. നിലമ്പൂരിൽ അൻവറിന് അതിനുള്ള ശേഷിയുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അൻവറിന് അതിനുള്ള ശേഷിയില്ല എന്ന് തെളിയിക്കണമെങ്കിൽ അൻവർ തൽക്കാലം ഉടക്കി നിൽക്കണമെന്നാണ് സതീശന്റെയും മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെയും വികാരം. അൻവറിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് വെറും ആൾക്കൂട്ടം മാത്രമാണ്. അതിൽ ലീഗുകാരും കോൺഗ്രസുകാരും തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവരവരുടെ തട്ടകത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അൻവർ ഒരു സമ്മേളനം നടത്തിയാൽ പോലും കച്ചി തൊടാത്ത അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, അൻവറിന് ഉറച്ച പിന്തുണ കൊടുത്തിരുന്ന, അൻവറിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന SDPI നാടകീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മണ്ഡലത്തിൽ ഏതാണ്ട് 5000-ഓളം വോട്ട് SDPIക്കുണ്ട്. ഇതോടുകൂടി അൻവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 3000 വോട്ട് പോലും തികയ്ക്കില്ല എന്ന ഉത്തമ ബോധ്യം കോൺഗ്രസ് വൃത്തങ്ങൾക്കുണ്ട്. ഈ 3000 വോട്ടും നിർണായകമാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും കെ സുധാകരന്റെയും നിലപാട്. ഇവിടെ ആകപ്പാടെ ഒരു ഭീഷണി അൻവർ മത്സരിച്ചാൽ എന്ന് സംഭവിക്കുമെന്നാണ്. എന്നാൽ അൻവർ മത്സരിച്ച് നാണം കേടാൻ ഒരുക്കമല്ല. അൻവർ അത് ചെയ്യില്ല. പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിരിക്കും ശ്രമിക്കുന്നത് എന്നാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ.